ഈ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇപ്പോൾ നമ്മൾ CUET-യുടെ റിസൾട്ട് വന്നില്ലേ, ഇനി എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളെന്ന്. ഞാനതിന് മുമ്പ് വരുന്നതിന് മുമ്പ് ഇപ്പോൾ CUET എന്ന് പറയപ്പെടുന്ന NTA നടത്തുന്ന ഒരു പരീക്ഷയാണ്. ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ആ സ്കോർ പരിഗണിക്കും. ഏകദേശം 244 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മളെ CUET സ്കോർ പരിഗണിച്ച് അഡ്മിഷൻ നൽകുന്നുള്ളത്. വിവിധങ്ങളായ കോഴ്സുകളുണ്ട്. അത്രയും വലിയ ഒരു പരീക്ഷയാണ് ഈ പരീക്ഷ. അതിൻ്റെ സ്കോർ വന്നു, അതിൻ്റെ പെർസെൻറ്റേജ് സ്കോറുണ്ട്, നോർമലൈസേഷൻ സ്കോറുണ്ട്. ഇതൊക്കെ വെച്ചാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം, ഇന്ത്യയിലെ 49 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതുപോലെ തന്നെ 41 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും 27 ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലേക്കും 120 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും 7 മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുമായിട്ട് 244 സ്ഥാപനങ്ങളാണ് ഈ CUET സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ 49 സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ 24ാമത്തെ സീരിയൽ നമ്പറിലുള്ള സ്ഥാപനം കാണാം, IIT. ഇന്ത്യയിലെ ഒരേ ഒരു IIT ആണ് CUET സ്കോർ വെച്ചിട്ട് നമുക്ക് BS ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി പഠിക്കാൻ പറ്റുന്നത്. അത് IIT പിന്നെ നമ്മുടെ ധാർവാഡാണ്, ധൻബാദല്ല, IIT ധാർവാഡ് കർണാടകയിലാണ്. നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പായി വരുന്നുള്ള ഒരു സ്ഥാപനമാണ്. അടുത്ത കാലത്ത് വന്നൊരു സ്ഥാപനമാണ്. ഏറ്റവും മികച്ച രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ NIRF റാങ്കിങ് നേരത്തെ ഉള്ളതിനേക്കാളും കുറേ കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ 100-ലായിരുന്നു, ഇപ്പോൾ 70-something ആയിട്ടുണ്ട്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പായി വരുന്നുണ്ട്. നിങ്ങൾക്ക് IIT-യിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഈ CUET സ്കോർ വെച്ചിട്ട്. ഒരേ ഒരു IIT ആണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം, ഇപ്പോൾ അവിടെ അപേക്ഷയുടെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടേക്ക് അപേക്ഷിച്ച ആളുകൾക്ക് +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് PCMB പഠിച്ചിട്ട് 60% മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ OBC ഒക്കെ ആണെങ്കിൽ പിന്നെ അവർക്ക് 55% മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം CUET സ്കോറിലെ ഈ നമ്മുടെ 304 നമ്പർ പേപ്പറിൻ്റെ കോഡ്, ബയോളജിയോ ബയോളജിക്കൽ സയൻസോ ബയോടെക്നോളജിയോ ബയോകെമിസ്ട്രിയോ എന്നൊരു പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 4 വർഷത്തെ BSc ഡിഗ്രി ഇൻ ബയോളജി പഠിക്കാം. മറ്റൊരു ഡിഗ്രി കോഴ്സും കൂടിയുണ്ട്. 2 കോഴ്സാണ് അവിടെ ഉള്ളത്. രണ്ടാമത്തെ കോഴ്സ് ഈ 306 കോഡ് നമ്പർ, പേപ്പർ നമ്പർ 306 എന്ന് പറയപ്പെടുന്നത് കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രി മാത്രമോ അല്ലെങ്കിൽ ബയോളജിയുടെ 304 നമ്പർ പേപ്പർ മാത്രമോ എഴുതിയ ആളുകൾക്ക് ഇവിടെ പഠിക്കാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, അവർ +1-ലും +2-ലും സയൻസ് പഠിച്ചിരിക്കണം. കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് അവർക്ക് ഉണ്ടായിരിക്കണം. കെമിസ്ട്രി രണ്ടാമത്തെ കോഴ്സ് ഞാൻ പറഞ്ഞത് 306 നമ്പർ പിന്നെ പേപ്പറാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പോകാൻ പറ്റുന്നത് BSc കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് പിന്നെ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ +1-ലും +2-ലും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് അഡ്മിഷൻ പോകാൻ പറ്റുള്ളൂ. അവസാന തീയതി എന്ന് പറയപ്പെടുന്നത് ഈ മാസം പിന്നെ 12-ാം തീയതിയാണ്. നമ്മുടെ ജൂലൈ 12-ാം, ഈ മാസമല്ല, ജൂലൈ 12-ാം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 30-ാം തീയതിയാണ്, ജൂൺ 30-നാണ്. അപ്പോൾ ജൂലൈ 12-ാം തീയതിയാണ് അവസാന തീയതി ഇവിടത്തേക്ക് അപേക്ഷിക്കേണ്ട. ഓൾറെഡി വിൻഡോ ഓപ്പൺ ആണ്. നമ്മുടെ IIT ധാർവാഡിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ BSc പ്രോഗ്രാം ത്രൂ CUET എന്ന് കാണാം. അതിലൂടെ അപേക്ഷിച്ചാൽ മതി. അവിടെ നമുക്ക് പിന്നെ അവരുടെ ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ 16-ൻ്റെയും 21-ാം തീയതിയുടെയും ഇടയിലായിട്ട് നമ്മൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ട് 27-ാം തീയതിയും 28-ാം തീയതിയും അവിടെ ക്യാമ്പസിൽ പോയിട്ട് നേരിട്ട് പോയി നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ ക്ലാസ് തുടങ്ങും. അപ്പോൾ ഇതാണ് ഈ CUET-യുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പങ്കുവെക്കാനുള്ളത്. അപ്പോൾ CUET എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഓരോ യൂണിവേഴ്സിറ്റികളും, ഈ പറഞ്ഞ 244 യൂണിവേഴ്സിറ്റികളുടെ വിവിധങ്ങളായ കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിലേക്കൊക്കെ ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ സമയത്താണ് വിളിക്കുക. അവരുടെ അവസാന തീയതിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് വെബ്സൈറ്റ് കൃത്യമായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ CUET-യുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ CUET.nta.nic.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ
അവിടുത്തെ കോഴ്സും അവിടുത്തെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ കൊടുക്കേണ്ടത്, ഏതൊക്കെ കോഴ്സാണ് ഞാൻ എടുക്കേണ്ടതെന്ന് നേരത്തെ തീരുമാനമെടുത്ത് മുമ്പിലോട്ട് പോവുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് എഴുതുക. തീർച്ചയായിട്ടും മറുപടി പറയാം. താങ്ക് യു.